അപ്പോൾ തുടങ്ങാം. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡിലൊരു ടേബിളിൽ ഒരു 5 പേരിങ്ങനെ എണീക്കുന്നു. അതായത് നേരത്തെ കയറിപ്പോയ ഞങ്ങളുടെ ഫ്രണ്ട്സ്. അവന്മാർ പതുക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരി വേഗം തിരി എന്ന് പറയുന്നു. എങ്ങോട്ടാ? ഞങ്ങൾ പറഞ്ഞ് അല്ല മറ്റേ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞ് അവിടെ നിന്നാൽ മതി, ഞങ്ങൾ പോയി പറഞ്ഞിട്ട് വരാം, നീയൊന്നും ഇനി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഫ്രണ്ടിൽ വന്നവൻ വിളിച്ചു പറഞ്ഞു, ഷെറിനെ ഓടിക്കോടാ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഓടി വരുന്നത്. ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നടന്നത് വേറൊരു സംഭവമാണ്. ഈ ഏറ്റവും പുറകെ നടന്നു വന്നെന്ന് പറഞ്ഞില്ലേ, അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ എന്നാ ചെയ്യണ്ടേന്ന് അറിയില്ല, ഇവനൊക്കെ എന്നാ പറയണ്ടേന്ന് ഇവൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി, ഞങ്ങളുടെ കേസല്ല, വേറെ എന്തോ പുതിയ പ്രശ്നം പിടിച്ചതാണ്. അപ്പോൾ തുടങ്ങാം. എനിക്ക് ജീവിതത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അതിദാരിദ്ര്യത്തിലേക്കൊക്കെ പോയി. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാലമുണ്ട്. ഈ പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയ ജോലിയൊന്നും കിട്ടുകയില്ല. കിട്ടുന്ന ജോലിയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ വലിയ വരുമാനമൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ നടക്കുന്ന ഒരു സമയത്ത് എനിക്ക് പെട്ടെന്നൊരു കോൾ വരികയാണ്. എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെ എൻ്റെ കല്യാണമാണ്, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കല്യാണം വെച്ചിരിക്കുന്നത് ഞാൻ ജോലി എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എടാ എനിക്ക് ജോലിയുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഉച്ചയാവുന്ന സമയത്തേക്ക് വന്നാൽ മതി, ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്താണ്, അപ്പോൾ അങ്ങോട്ട് വരിക, കൂടുക, തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും പോയില്ല, കാരണം ദാരിദ്ര്യ സമയമാണല്ലോ, ഒരു നേരം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ. ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ കുറേ കാലമായി എല്ലാവരും കണ്ടിട്ട്. അങ്ങനെ കൃത്യം കല്യാണത്തിൻ്റെ ദിവസം വന്നു. ഞാൻ ഉച്ചവരെ എൻ്റെ ജോലി സ്ഥലത്ത് പണിയെടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഞാൻ ഉണ്ടാകില്ല എന്നല്ല അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കല്യാണം കൂടാൻ വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിച്ചിരി താമസിച്ചു പോയി. അതായത് പള്ളിയിലെ കെട്ടെല്ലാം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുന്ന സമയമാണ്. ഐഡിയലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പറ്റിയ സമയമാണ്. ചെല്ലുക, കഴിക്കുക, പോരുക, ഇത്രയും കേസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് 5-6 ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും കണ്ട് ഹായ് പറഞ്ഞു. ഞാൻ ചെല്ലുന്നതിനൊപ്പം മറ്റൊരാളും കൂടെ വന്നു, എൻ്റെ മറ്റൊരു ഫ്രണ്ട്. ഞങ്ങൾ 2 പേരും മാത്രമേ താമസിച്ചു വന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കല്യാണത്തിന് കൂടുകയും എല്ലാം ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലിനായിട്ട് ഈ ഒരു പാരഷൂട്ടിലേക്ക് ഇങ്ങനെ നടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ പോയ സമയത്ത് ഞാനും ഈ താമസിച്ചു വന്ന എൻ്റെ സുഹൃത്തും പറഞ്ഞു, നിങ്ങളെല്ലാവരും ചെറുക്കനെയും പെണ്ണിനെയും കണ്ടതല്ലേ, ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം, നിങ്ങളകത്തേക്ക് കയറിക്കോ, സീറ്റൊക്കെ പിടിച്ചോ എന്ന് പറയുന്നു. പള്ളിയിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നു, എല്ലാവരും പാരഷൂളിൽ കയറുന്നു, ഇവന്മാരും ആ കൂടെ കയറുന്നു. ഞങ്ങൾ 2 പേരും ഈ പാരഷൂളിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമേ പറയുന്നു, വലിയ ബുദ്ധി ഉറയ്ക്കാത്ത പ്രായമാണ്, വലിയ പ്രായമൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുക്കനെ ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാമല്ലോ, പെണ്ണിനെയാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ചെറുക്കനും പെണ്ണും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടയിറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ നോക്കി, ചെറുക്കനെയും പെണ്ണിനെയും കണ്ടു. എന്നിട്ട് ഞങ്ങൾ പരസ്പരം നോക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ തിരിഞ്ഞ് പാരഷൂട്ടിലേക്ക് കയറുകയാണ്. കണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അകത്തേക്ക് കിടക്കുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ വാതിലിങ്ങനെ തള്ളി തുറന്ന് അകത്തേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന എൻ്റെ സുഹൃത്ത് പതുക്കെ വാതിൽ തുറന്ന സമയത്ത് പറഞ്ഞു, പെണ്ണത്ര പോരല്ലടാ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. ഇത്രയും പറഞ്ഞ് ഞാനും അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കാണുന്നത്, ഞങ്ങൾ വാതിൽ തുറന്ന് ഈ ഡയലോഗ് പറയുന്നത് അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഈ ചെറുക്കനും പെണ്ണും വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ 2 ഓമാർ കയറി വന്നിട്ട് പറയുകയാണ്, പെണ്ണത്ര പോരാ എന്ന്. ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഫ്രീസായിട്ട് അവിടെ ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ നിൽക്കുക. ആൾക്കാരെല്ലാം ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡിലൊരു ടേബിളിൽ ഒരു 5 പേരിങ്ങനെ എണീക്കുന്നു. അതായത് നേരത്തെ കയറിപ്പോയ ഞങ്ങളുടെ ഫ്രണ്ട്സ്. അവന്മാർ പതുക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരി വേഗം തിരി എന്ന് പറയുന്നു. ഞങ്ങളൊന്നും മിണ്ടാതെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്നു. അപ്പോൾ ഇങ്ങനെ ഏറ് കണ്ടിട്ട് നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പല്ലൊക്കെ കടിച്ചൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്നവന്മാർ പറഞ്ഞു, അടി ഉറപ്പാണ്, മര്യാദയ്ക്ക് ഇറങ്ങടാ എന്ന് പറഞ്ഞു. ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ചെറുക്കനും പെണ്ണും കറക്റ്റ് പാരഷൂളിൻ്റെ അടുത്തെത്തുന്നു. ഞങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ചിരിച്ച് കാണിക്കുന്നു. അവൻ വന്നു, അയ്യോ നിങ്ങൾ എത്തിയോ എന്നെല്ലാം പറഞ്ഞ് എല്ലാവർക്കും ഷെയ്ക്കാൻ്റെയൊക്കെ തരുന്നു. ഇവനറിയുന്നില്ല ഇവിടെ നടന്നത് എന്താണെന്ന്. എന്നിട്ട് ഇവൻ പറഞ്ഞു, അകത്തേക്ക് കയറുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറുന്നു. അതിനുശേഷം ഇനി അകത്ത് കയറി കഴിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കേറ്ററിങ്ങിൻ്റെ ഒരു പയ്യൻ മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ ഞങ്ങൾ ആ പയ്യനോട് ചോദിച്ചു, മോനെ മുകളിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുകളിലും സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഓടി മുകളിൽ കയറിയപ്പോൾ അവിടെ ആകെ ഒരു 10 പേരേ ഉള്ളൂ. താഴെ നടന്നൊന്നും അവരറിഞ്ഞിട്ടുമില്ല. ഈ 10 പേരുടെ ഇടയിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. ഈ കഴിക്കുന്ന സമയത്തും പേടിയാണ്, ആരെങ്കിലും ഞങ്ങളെ അന്വേഷിച്ച് വരുമോ എന്ന്. ഇടയ്ക്കിങ്ങനെ പതുക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എത്തി ഇങ്ങനെ താഴേക്ക് നോക്കും.
ആരെങ്കിലും ഞങ്ങളെ നോക്കുന്നുണ്ടോ, ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ, ചുമ്മാ പേടിയാണ്. ആൾക്കാരൊക്കെ അത് അപ്പോഴേ വിട്ട് കാണുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇടി കിട്ടുമോ എന്നുള്ള പേടിയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ കൂടുതൽ പരിപാടിയൊന്നും ഇല്ലല്ലോ, ആകെ കുളമാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ പിരിഞ്ഞേക്കാം എന്ന് പറയുന്നു. അപ്പോൾ അത് പറഞ്ഞ ഉടനെ കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരിയാ, അത് അവൻ്റെ അടുത്ത് പറയണമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഇവന്മാർ 5 പേരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എങ്ങോട്ടാ? ഞങ്ങൾ പറഞ്ഞ്, അല്ല മറ്റേ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ്, അവിടെ നിന്നാൽ മതി, ഞങ്ങൾ പോയി പറഞ്ഞിട്ട് വരാം, നീയൊന്നും ഇനി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും പറഞ്ഞു, ശരിയാ, ഞങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകുന്നു. ഞങ്ങളിങ്ങനെ പരസ്പരം കുട്ടികളുടെ ഓരോരോ തമാശകളെ അവന്മാർ സീരിയസ് ആയിട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും വണ്ടിയുടെ പാർക്കിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവന്മാർ 5 പേരും അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങളിങ്ങനെ ഇവന്മാർ കയറി പോകുന്നത് നോക്കി പഴയ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, അതൊന്നും വലിയ സീനായി കാണുകയല്ല, നമുക്ക് പതുക്കെ അവിടം വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പതുക്കെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ വാതിൽ വീണ്ടും തുറക്കുന്നു. ഞങ്ങളവിടെ നിന്നു. അടുത്ത സെക്കൻഡ് കാണുന്നത് ഈ 5 പേരും ദേ ഇങ്ങോട്ട് വരുന്നു. അതിൽ 4 പേര് ഓടി വരുന്നു, ഒരുത്തൻ മാത്രം നടന്നു വരുന്നു. ഞങ്ങൾ നടത്തം അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഫ്രണ്ടിൽ വന്നവൻ വിളിച്ചു പറഞ്ഞു, ഷെറിനെ ഓടിക്കോടാ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഓടി വരുന്നത്. ഒരു സെക്കൻഡ് ഞങ്ങളിങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും പറഞ്ഞു, ഓടാ എന്ന് പറഞ്ഞു. ഞങ്ങളിറങ്ങി ഓടി. ഞങ്ങൾ 2 ഓടി. ഞങ്ങളുടെ പുറകെ ഈ ബാക്കിയുള്ളവന്മാർ ഓടി. ഞങ്ങൾ ഈ പള്ളിയുടെ പുറത്തിറങ്ങി വന്ന ഒരു കടയ്ക്കകത്ത് കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനും ഇവനും വിചാരിച്ച ആകെ സീനായി, ഇവന്മാരെ പിടിച്ച് താങ്ങി കാണുമായിരിക്കും, ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അന്വേഷിച്ച് കാണുമായിരിക്കും എന്നെല്ലാം വിചാരിച്ച് ഞങ്ങൾ ഒന്നും മിണ്ടാതെ എന്താണെന്ന് ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഇതെന്താ നടന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ മൂത്തിട്ട് അവസാനം ചോദിച്ചു, എന്താ പറ്റിയ അകത്ത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നടന്നത് വേറൊരു സംഭവമാണ്. ഈ ഏറ്റവും പുറകെ നടന്നു വന്നെന്ന് പറഞ്ഞില്ല, അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല, ഇവനൊക്കെ എന്നാ പറയേണ്ടതെന്ന് ഇവൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി, ഞങ്ങളുടെ കേസല്ല, വേറെ എന്തോ പുതിയ പ്രശ്നം പിടിച്ചതാ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്നാ പറ എന്നാ കേസെന്നാ നീ ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും അകത്തേക്ക് കയറി ചെന്നപ്പോൾ ചെറുക്കനും പെണ്ണും നിൽക്കുന്നു. അവരെ ചുറ്റിപ്പറ്റി അവരുടെ ആൻറ്റിമാരൊക്കെ ഒരുപാട് പേരൊക്കെ നിൽപ്പുണ്ട്. ഇങ്ങനെ ഇവന്മാർ ഓരോരുത്തന്മാരായിട്ട് ചെന്നിട്ട് ചെറുക്കന് കൈ കൊടുത്തിട്ട്, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്നു. പെൺകുട്ടിയോട് ശരി കേട്ടോ, ഹാപ്പി മാരീഡ് ലൈഫ് എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഓരോരുത്തരായിട്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പോവുകയാണ്. 4 പേരും കൊടുത്തു. ഈ 5-മത്തവൻ ചെന്നിട്ട് കൈ നീട്ടിയിട്ട് അവൻ എന്ത് ബോധത്തിൽ പറഞ്ഞതാണ്, അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാൻ മേലേ. ഇവൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞു. അവർ 2 പേരും താങ്ക്സ് പറഞ്ഞു. അത് കഴിഞ്ഞുടനെ ഇവൻ്റെ കൈ ഒന്ന് മുറുക്കെ പിടിച്ചിട്ട് പറയുക, രാത്രി തകർത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയും കൂടെ. ഇവനിത് പറഞ്ഞ സെക്കൻഡിൽ തന്നെ പെണ്ണ് ഞെട്ടിയിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി. ചുറ്റും നിന്ന് ആൻറ്റിമാരൊക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങി, അവൻ എന്താ പറഞ്ഞേ, ആ പയ്യൻ എന്താ പറഞ്ഞേ, അവനൊക്കെ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ഉള്ള വർത്താനം തുടങ്ങി. അതുവരെ ബൈ പറയാൻ നിന്നവന്മാരെല്ലാം കൂടെ പതുക്കെ അങ്ങ് തിരിഞ്ഞു. എന്നിട്ട് ഇവൻ്റെ കയ്യേലും പിടിച്ചു. ഇവർ ശരി ഞങ്ങൾ പോവാണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്ന വരവിലാണ് ഞങ്ങളെ കാണുന്നത്, ഞങ്ങളോട് ഓടാൻ പറഞ്ഞത്. എന്ത് ബുദ്ധിയിലാണ് അവനത് പറഞ്ഞതെന്ന് എനിക്കറിയാൻ മേല. ഏതായാലും ഈ പഴയ സുഹൃത്തുക്കളെ കല്യാണം വിളിച്ചിട്ട് ആ കല്യാണത്തിന് വന്ന എല്ലാവരുടെയും മുമ്പിൽ ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ അതങ്ങോട്ട് കുളമാക്കി അവനെ ആകെ അങ്ങോട്ട് ചമ്മിപ്പിച്ച് വിടുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി വെച്ചു പഴയ ഉറ്റ സുഹൃത്തുക്കൾ. അത്രയും ആയതോടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റുകയില്ലാത്ത അവസ്ഥ. ഇനി ഇവിടെ നിൽക്കുന്നതേ സീനാണ്. പിന്നെ പേടി ഇരട്ടിക്കാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ വന്ന് അടിക്കും, എന്തേലും സീനാകും, എത്രയും പെട്ടെന്ന് പോകണമെന്നായി. പക്ഷേ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവൻ്റെയും വണ്ടികൾ അകത്ത് പാർക്കിങ്ങിലിരിക്കുക. തിരിച്ചകത്തേക്ക് കയറാൻ ഒരുത്തനും ധൈര്യമില്ല. അവസാനം ഈ അടുത്ത് താമസിക്കുന്ന ഒരു പരിചയക്കാരൻ അവനെ ഫോൺ വിളിച്ച് വരുത്തിയതിന് ശേഷം പറഞ്ഞു, ഓരോരുത്തരായിട്ട് പറയും, എൻ്റെ വണ്ടി ഇത്, വണ്ടിയുടെ നമ്പർ ഇത്, പാർക്കിങ്ങിൻ്റെ ആ സൈഡിലിരിപ്പുണ്ട്, പോയി എടുത്തുകൊണ്ട് പോവാം. താക്കോല് കൊടുക്കും. അവൻ പോയി ആ വണ്ടി എടുത്തുകൊണ്ട് വരും. ഇവർ ആ വണ്ടിയെ കയറുന്ന സ്ഥലം വിടും. അടുത്ത് എൻ്റെ താക്കോല് കൊടുക്കും, എൻ്റെ വണ്ടി ഇത്, എൻ്റെ നമ്പർ ഇത്, അവിടെ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരിക. അങ്ങനെ ഇവൻ പോയി എല്ലാവരുടെയും വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. തല്ല് കിട്ടേണ്ട കേസല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തല്ലൊക്കെ തന്നാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ ചൊവ്വേ ബുദ്ധി ഉറയ്ക്കാത്ത, ബോധമില്ലാത്ത, എന്താ പറയേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാത്ത പ്രായത്തിൽ കയറി കാണിച്ചൊരു അബദ്ധമാണെങ്കിൽ കൂടെ ഞങ്ങൾക്കന്ന് അടി കിട്ടിയുമില്ല. പിന്നെ ഇത് വലിയ ചർച്ചയായിട്ടുമില്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും അവരിപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവർക്കൊരു കുഞ്ഞൊക്കെയായി അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അന്ന് കണ്ട ഇവരെല്ലാവരെയും പിന്നെ ഒന്നിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ രാത്രി തകർത്തേക്കണമെന്നുള്ള ഡയലോഗ് പറഞ്ഞവൻ ഇന്നൊരു ബാങ്കിൻ്റെ മാനേജരൊക്കെയാണ്. അവൻ ആ ബാങ്കിൽ വരുന്നവരോടൊക്കെ എന്ത് വർത്താനമാണോ ഇപ്പോൾ പറയുന്നതെന്ന് എനിക്ക് അറിയാൻ മേല. എന്താണെങ്കിലും ഒരു മര്യാദയുള്ള ക്രൗഡ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു പോയ ഒരു സംഭവമാണിത്. ഓർക്കുമ്പോൾ പിന്നെയും
തൊലി പൊളിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ഇതേപോലെ തന്നെ ഒരു വലിയ ക്രൗഡ്, ഈ ക്രൗഡിൻ്റെ മുമ്പിൽ ലിറ്ററലി ഈ നമ്മുടെ തൊലി പൊളിഞ്ഞ് നാണം കെട്ട് തലേ മുണ്ടിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കൽ നടന്നിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടിങ്ങനെ പോയ ഒരു പോക്കുണ്ട്. ആ നടപ്പ് മറക്കാനേ പറ്റില്ല. ആ സംഭവം ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു, RJ Sharon, സൈനിങ് ഓഫ്.